ഇതാണ് സെൻറ്റ് മേരീസ് ബസിലിക്ക. ക്രിസ്തുമസ് ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പോജോമ്മയുടെ മാമോദിസ വെച്ചിരിക്കുന്നത്. വന്നിട്ടുണ്ട് നമ്മളെ കാണാനായിട്ട്. ഞങ്ങൾ നാളെ സ്നേഹ വരുന്നതുകൊണ്ട് സ്നേഹയെ കൊണ്ടുവരാൻ വേണ്ടി വന്നത് എറണാകുളത്ത്. അത് നമുക്ക് തുറന്ന് നോക്കാം ആരാണെന്ന്. നമ്മൾ ഉദ്ദേശിച്ച ആൾ തന്നെയാണോ നോക്കട്ടെ നോക്കട്ടെ. ഹലോ, വരൂ 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 വരൂ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഇരിക്കൂ, ഉള്ള ഇടയിലൊക്കെ ഇരിക്കൂ. സ്നേഹ നാളെ വരുമല്ലേ, അതിനുവേണ്ടി ഞങ്ങൾ രാവിലെ വന്നാ ഇവിടെ. അല്ല, ഉച്ച കഴിഞ്ഞ് വന്നതാ. അപ്പൊ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തിയത്. നേരത്തെ ഇവരുടെ ഒരു വീഡിയോ എടുത്തിട്ട് അത് സത്യം പറഞ്ഞ മൊബൈലിൽ കണ്ടില്ല. ഞങ്ങൾ ജുവലറി വന്നില്ല, ഞങ്ങൾ ജുവലറി വന്നപ്പോ ഒരു വീഡിയോ എടുത്തതാണ്. അത് കണ്ടില്ല. ഇത് ടിയാര എന്ന് പറഞ്ഞ ജുവലറിയുടെ ഓണർമാരാണ്. ഭാര്യ ഭർത്താവാണ്. ഭാര്യ ഭർത്താവ്, അതിന്റെ അഹങ്കാരമൊന്നുമില്ല. അഹങ്കാരമൊന്നുമില്ല. ഇവരെ സാന്ദ്രയുടെ വീട്ടിൽ വെച്ച് കാണുന്ന, സാന്ദ്രയുടെ അടുത്ത് വെച്ച് നിങ്ങൾ പലപ്പോഴും ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയതൊക്കെ പുള്ളിക്കാരത്തിയാണ്. ഇത് നമ്മുടെ തങ്കക്കൊലുസിനും കുക്കും പോജോയ്ക്കും മാല ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇവരതുകൊണ്ട് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് അത് നമ്മൾ 4 പേർക്ക് ഒരുപോലെ ഉള്ളതാണ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊന്ന് കാണാൻ എന്തായാലും എടുത്തിട്ടുണ്ടാവും. അവതയിലിരുന്നു. എന്നിട്ട് അത് ഇവിടോട്ട് വെച്ചു. നാല് പേർക്കും ഒരേ ടൈപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞു. കുരുങ്ങു ഞാനെടുത്ത് കുരുക്കും. നിങ്ങൾക്ക് പിന്നെ നല്ല പരിചയല്ലേ. ഒന്ന് ആർക്കേലും കുക്കുനോ, കുക്കുവാണ് എന്റെ ഏറ്റവും മൂത്ത കൊച്ച്. കുക്കു തങ്കം, കുക്കു തങ്കം, കുച്ചമ്പിക്ക് കുച്ചുമ്പി, എന്റെ വെൽഫെയർ, വിമൻസ് വെൽഫെയറിലെ പെണ്ണുങ്ങളൊക്കെ സ്വർണ്ണം എടുക്കാൻ വരുന്നുണ്ട് കേട്ടോ. എല്ലാരും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോട്ടയത്തുനിന്ന് വരുന്നുണ്ട്. ഇത് നമ്മുടെ തങ്കക്കുട്ടിക്ക്, അതിന്റെ പോജോ കുട്ടിക്ക്, 4 പേർക്കും ഉള്ളത് മാല ഒരേപോലത്തെ അല്ലേ. ഇവരൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടേ 4 പേരും നന്നായിട്ട്. അപ്പൊ നല്ല കംപ്ലൈന്റ് വരും. ഇത് എനിക്ക് കമ്മല് കൊണ്ടുവന്നതാണ്. വൈറ്റ് കല്ലിന്റെ കമ്മല് കണ്ടോ, ഇത് അടിപൊളിയായി. ഇതാണ് നമ്മുടെ തങ്കത്തിനും കുൽസുവിനും ഇത് മാല. അത് ജീവന് നിങ്ങൾ ഇപ്പം ഈ ബ്രോഡ്വേയിൽ, ഞങ്ങൾ ബ്രോഡ്വേയില് അടുത്ത് തന്നെ ഞങ്ങൾ താമസിക്കുന്നത്. അതിനടുത്ത് തന്നെയാണ് ഇവരുടെ, നിങ്ങളുടെ ഈ കടയുടെ പേരൊക്കെ എന്ന് പറഞ്ഞത് ടിയാറ ഫാഷൻ. അതായത് സീലോഡ് പറഞ്ഞാലേ അറിയുള്ളൂ. സീലോഡ് ഹോട്ടലിന്റെ തൊട്ട് ചേർന്നിരിക്കുന്ന ആദ്യത്തെ കട ടിയാര അല്ലേ. ഏത് ഫാഷൻ വേണേലും പണിത് തരും, അതുപോലെ പണിത് തരും. പിന്നെ ഇതുണ്ട് നമുക്ക് ഡയമണ്ട്സ് ഒക്കെ, ഡയമണ്ട് ഇതൊക്കെ നല്ല പാറ്റേൺ പറഞ്ഞു കൊടുത്താലും ചെയ്യും. പിന്നെ ഓരോരുത്തരും കൊണ്ടുപോകുന്നത് നിങ്ങൾ മേടിക്കുന്നില്ല, അത് ഇച്ചിരി കുറച്ച് വിലക്ക് കിട്ടുകയും ചെയ്യും അല്ലേ. ഇത് കണ്ട ഡയമണ്ട് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഞങ്ങള് ബേപ്പറേറ്റ് മാളിന്റെ അകത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഫ്ലാറ്റ് ആണ്. അപ്പൊ നാളെ സ്നേഹ വരുവാണ്. സ്നേഹ വരുന്നതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ അവിടെ ഒറ്റക്കുഴിയിലെ വീട്ടില് അവിടെ ആൾക്കാരൊക്കെ ഒരുപാട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇവിടെ നിൽക്കാം. നല്ല അടിപൊളി സീനറിയാണ്. അത് ഞാൻ നിങ്ങളെ രാവിലെ കാണിച്ചു തരാം. ഇതിപ്പോ രാത്രിയായിപ്പോയി. ഇപ്പൊ തൊട്ടടുത്താണ് പള്ളി. സെന്റ് മേരീസ് ബസിലിക്ക തൊട്ടടുത്താണ്. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിന്റെ സൗകര്യമാണ്. ബ്രോഡ്വേ ആണ്, എല്ലാ സൗകര്യങ്ങളും ഉള്ള അടുത്ത ഫ്ലാറ്റുമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ഇതായിട്ട് കിട്ടി. അപ്പൊ എന്തായാലും ഇവരും വന്നു, ഇവരും തൊട്ടടുത്താണ്. അപ്പൊ എല്ലാരെയും കാണാം. അപ്പൊ ഇവര് ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആണെങ്കിലും ഞങ്ങളിപ്പോ വീട്ടുകാരെ പോലെ ആയി. അതുപോലെ ഞങ്ങള് നല്ല ഫ്രണ്ട്ഷിപ്പായി. അപ്പം ഇവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും കൂടിയാണ് ഇത്. ഞങ്ങൾക്ക് നാളെ സ്നേഹം വരും. അപ്പൊ സ്നേഹം വരുന്നതൊക്കെ നാളെ എയർപോർട്ടിൽ വെച്ച് കാണിച്ചു തരാം. അപ്പൊ എയർപോർട്ടിൽ വെച്ച് കാണിച്ചു നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നാണ് അറിയാം.
പോജോയും തങ്കക്കൊലസും കൂടി ഒരു കൂടിക്കാഴ്ചയുണ്ട്. ഗുസ്തി ഉണ്ടാവും. അപ്പൊ നാളെ നമുക്ക് എയർപോർട്ടിൽ വെച്ച് കാണാം. നാളത്തെ ഇവിടുത്തെ രാവിലത്തെ സീനറി ഒക്കെ കണ്ടിട്ട് നമ്മള് എയർപോർട്ടിൽ വെച്ച് കാണും. അവര് വരുന്നതും അവരെ റിസീവ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ വന്നെടുത്ത നല്ല ഭംഗിയാണ്. ഇവിടെ ഏതാ? ഞാൻ തുറക്കണം, ഞാൻ ഇരുട്ടാണ്. മറൈൻ ഡ്രൈവിന്റെ ആ ഒരു ഭംഗി മുഴുവൻ രാത്രിയിലെ ഭംഗി. ഇത് കണ്ടോ, ഇതാണ് സീനറി, രാത്രി സീനറിയാണിത്. ഭയങ്കര വാവ്, ബ്യൂട്ടിഫുൾ അല്ലേ? സൂപ്പർ. എറണാകുളത്തിന്റെ ഭംഗിയാണ് ഇത്. പക്ഷേ ഇരുട്ടായതുകൊണ്ട് നമുക്കൊന്നും. ഇത് നമ്മുടെ നടന്ന് പോകുന്നത്. ഇതാണ് മറൈൻ ഡ്രൈവ്. നടക്കുന്ന സ്ഥലമാണ്. ഹൗസ് ബോട്ട് കിട്ടും. ഈ ബോട്ട് അല്ലാതെ ഈ ഉപ്പ് പോലെ തങ്കത്ത് കുരിശിനെ കൊണ്ടില്ല കയറാൻ പേടി ഞങ്ങൾക്ക്. എവിടെ കിട്ടും? ആണോ? എറണാകുളത്തെ സീനറി രാത്രിത്തെ സീനറി കഴിഞ്ഞു. ഇനിയിപ്പോ രാവിലെ നമുക്ക് കാണുന്നതായിരിക്കും. ഇനിയും രാവിലെ നമുക്ക് വീണ്ടും സന്ധിക്കുന്നവരെ വണക്കം. മറൈൻ ഡ്രൈവിലെ പ്രഭാതമാണ്. രാവിലെ ആളുകൾ നടക്കുന്ന വഴിയാണിത്. നടക്കുന്ന വഴി ബോട്ട് മറൈൻ ഡ്രൈവിൻ്റെ മനോഹാരിത. ഇതാണ് മറൈൻ ഡ്രൈവ്. ലോകത്തിലെവിടെ ചെന്നാൽ ഇതുപോലത്തെ ഒരു കാഴ്ച കാണാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ കൊച്ചി. ആളുകളൊക്കെ നടക്കുന്നു. രാവിലെ 7:30 AM. ഇന്നത്തെ പ്രത്യേകത അറിയാമല്ലോ, നമ്മൾ കാത്തിരുന്ന ഒരു ദിവസമാണ്. അതാണ് നിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഇത് കുക്കു പോജോ വരും, സ്നേഹമോള് വരും, രാജ് വരും. അവരെ എയർപോർട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ്. നമ്മുടെ തങ്കക്കൊലിസും കുക്കു പോജയും കൂടിയുള്ള സംഗമം ഏറ്റുമുട്ടൽ. അതെ. അപ്പം ഞങ്ങളിപ്പം 7:30 കഴിഞ്ഞു. ഇപ്പം 8:30 അവർ വരും. 1 മണിക്കൂറുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ടുള്ള യാത്രയുണ്ട്. അവിടെ ചെന്നിട്ട് ഒരു ചായ കുടിച്ച് കഴിയുമ്പോഴത്തേന് കറക്റ്റായിട്ട് അവർ വരും. അപ്പോൾ അവിടുത്തെ ഉള്ള കാഴ്ചകളും അവർ നമ്മൾ നേരിട്ട് കാണുന്നതും ഒക്കെ നമുക്ക് നേരിട്ട് കാണാം. അപ്പം എല്ലാവർക്കും എയർപോർട്ടിലേക്ക് സ്വാഗതം. പക്ഷേ തങ്കക്കുരിശ് എയർപോർട്ടിൽ വരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. അവര് ഉറങ്ങിക്കിടക്കുക. ഞങ്ങളാണ് പോകുന്നത്. വന്നിട്ട് അവരെ ഇവിടെ വരുമ്പോ നേരിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പം നിങ്ങളും ഞങ്ങളോട് ഒന്നിച്ചു പോരും. ഓക്കെ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞങ്ങളിങ്ങനെ സ്നേഹ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്നേഹ 5 മിനിറ്റ് ഇറങ്ങും. ലാൻഡഡായി. സ്നേഹ വരുന്നുണ്ട്. നോക്കാം. ഇത് പോകുന്നു. ഡാഡി നമ്മുടെ ഡാഡി വന്നോ? ഡാഡി വന്നല്ലോ. ഹലോ മിസ് സ്നേഹ, മിസ്റ്റർ രാജ് മാത്യു, എന്താണ് നിങ്ങളുടെ പരിപാടി? നിങ്ങളിപ്പോൾ ഭയങ്കര ക്ഷീണായിരുന്നു. കുളിച്ച് റെഡിയായി ചേച്ചിനെ പിള്ളേരെ കാണാൻ പോവാണ്. അതിന് മുന്നേ ഇച്ചിരി കഴിക്കാന്ന് വെച്ചു. എന്താ കഴിക്കുന്നത്? ഇലയാടാ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ഇവിടെ കൊച്ചി എയർപോർട്ടിലൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ. കൊച്ചി എയർപോർട്ട് നല്ല ഫാസ്റ്റ് ആയിരുന്നു. അതെ. നിങ്ങൾക്കൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ? അത് മാറി കിട്ടി. കൊച്ചി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇല്ലായിരുന്നു അല്ലേ? യാത്രയൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഇനി ഞങ്ങള് തങ്കക്കുരിശും കുക്കുപോജോനെയും കൂടെ കാണിക്കാൻ പോവാണല്ലേ? അപ്പൊ രണ്ടുപേരോട് ഇവിടെ ഉറക്കക്ഷീണം മാറിയില്ലല്ലോ. ഇതാരാ ഇത് പോജോമ. ഇത് കുക്കുമ്മ.
ഇത് കുക്കുമ്മ, അത് പോജമ്മ. അങ്ങനെ ഇലയുടെ കഴിച്ചോണ്ടിരിക്കുകയാണ് രണ്ടുപേരും. വേണ്ട ഇഷ്ടമല്ല ആർക്ക്? കുക്കുമ്മയ്ക്ക് ഇഷ്ടമല്ല. കുക്കുമ്മയ്ക്ക് ഇഷ്ട ആയിക്കോളുമല്ലോ. കുക്കു ആ പോജമ്മയ്ക്ക് ഇഷ്ടമായോ? ആ പോജമ്മയ്ക്ക് ഇഷ്ടം. അപ്പം ഒരു കുട്ടാ ഹലോ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.